മുതലാളിയുടെ ബിസിനസിന്റെ കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു. എല്ലാം നന്നായി വരും. സ്വർണ്ണം എവിടെ കണ്ടാലും അടിച്ചു മാറ്റുക എന്നുള്ളതാണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും അദ്ദേഹത്തിന്റെ മന്ത്രിമാർക്കും ഉദ്യോഗസ്ഥന്മാരുടെയും ഏറ്റവും വലിയൊരു ദൗർബല്യം. ചെമ്പട എന്നും പറഞ്ഞ് ഇവന്മാരിങ്ങനെ തൊണ്ടകീറി വിളിച്ചപ്പോഴേ ആരറിഞ്ഞ് ശബരിമലയിലെ എല്ലാ സ്വർണവും കട്ടുമോട്ടിച്ച് ചെമ്പാക്കി കഴിഞ്ഞെന്ന്. അയ്യപ്പ വിശ്വാസികളുടെ കൺമുന്നിലിരുന്ന ദ്വാരപാലക ശില്പത്തിന്റെ അവസ്ഥ ഇതാണെങ്കിൽ കാണാ സമ്പത്തിന്റെ അവസ്ഥ എന്താണോ എന്തോ. വല്ലതും മിച്ചമുണ്ടോടെ? സത്യമുള്ള ലോഹ സ്വർണം കയ്യിൽ വരാനും പോവാനും അതിനുകൊണ്ടൊരു സമയം. സ്വർണപ്പാളികൾ എടുത്തുകൊണ്ടുപോയിരിക്കുന്നു. അയ്യപ്പന്റെ ശ്രീകോവിലിന്റെ വാതിൽ അവിടെ പൂശിയ സ്വർണം എടുത്തു മാറ്റപ്പെട്ടിരിക്കുന്നു. നേരത്തെ വിജയമല്ലിയ സ്വർണം പൂശിയ താഴികക്കുടവും അതിന്റെ ശില്പങ്ങളുടെ ഭാഗങ്ങളുമെല്ലാം ഇപ്പോ കൊണ്ടുപോയതായിട്ട് പറയുന്നു. ചുമ്മാതല്ല കേട്ടോ, ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലേക്ക് കണ്ണും നട്ടങ്ങിരുന്നത്. കോടിക്കണക്കിന് സ്വത്തല്ലയോ. പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ സ്വർണം പൊതു സ്വത്താക്കി മാറ്റണോന്നും പറഞ്ഞ് എന്തോരം വെപ്രാളമായിരുന്നു നമ്മുടെ ഇടത് സർക്കാരിനെ. പക്ഷെ എന്ത് ചെയ്യാൻ, സംഗതി ഭക്തരങ്ങ് പൊളിച്ചടുക്കി കൊടുത്തു. ഒന്നാമത്തെ പ്രശ്നം, ഈ പിണറായി വിജയനും കമ്പനിക്കും സ്വർണം വലിയൊരു വീക്ക്നെസ് ആണ്. 10 കൊല്ലം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചെയ്ത കാര്യങ്ങൾ ഇന്ന് പുറത്തു വരുന്നു. CPM ഭരിക്കുന്ന ഈ സർക്കാരിൽ കൊള്ള എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു മെയിൻ സ്ട്രീം ആക്ടിവിറ്റിയാണ്. ഈ ഹിന്ദുവിന്റെ എതിരെ ഇതെന്താണ് ഹിന്ദു അമ്പലത്തിൽ മാത്രം നടക്കുന്നത്? ശബരിമല ശ്രീകോവിലെ സ്വർണഭൂഷിത കട്ടിളപ്പാളികൾ മുതൽ ദ്വാരപാലക ശില്പത്തിന്റെ പാളികൾ വരെ സർവ്വതും അടിച്ചു മാറ്റി. പക്ഷെ മാമനോടൊന്നും തോന്നല്ലേ മക്കളെ, മാമ അങ്ങനെ ചെയ്യൂല. ശബരിമലയിലെ സ്വർണ്ണ കവർച്ച പിണറായി വിജയന്റെ അറിവോടെ അല്ല, കാൾ മാർക്സ് സത്യം. സർ, പുകമറ സൃഷ്ടിക്കാൻ എളുപ്പമാണ് സർ. ഞങ്ങൾ അത്തരത്തിലുള്ള ഒരു പുകമറയെയും ഭയപ്പെടുന്നില്ല. അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണെങ്കിൽ കക്കില്ല, മുക്കില്ല, നക്കില്ല അല്ലേ? അദ്ദേഹത്തിന് ആണത്തമുണ്ടെങ്കിൽ, തന്റെ ഇടമുണ്ടെങ്കിൽ, അഭിമാനമുണ്ടെങ്കിൽ ഈ ശബരിമലയിലെ ദ്വാരപാലക ശില്പം ഏത് കോടീശ്വരനാണ് കടകംപള്ളി സുരേന്ദ്രൻ വിറ്റതെന്ന് വ്യക്തമാക്കണം. അല്ലെങ്കിൽ ഇടനിലക്കാരനായി നിന്ന് വ്യക്തമാക്കണം. അങ്ങനെ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ഈ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ച് വനവാസത്തിന് അടുത്ത തെരഞ്ഞെടുപ്പ് വരെ കാത്തു നിൽക്കണം. സാധനം ഞാൻ എടുക്കാമെന്ന് വെച്ചാ ടൗണിൽ ജ്വല്ലറി കൊണ്ടുപോയി പണമാക്കാം. ഇപ്പൊ മാർക്കറ്റിലുള്ള വിലയും തരാം. പക്ഷെ എനിക്ക് പ്രശ്നമൊന്നും വരരുത്. ഹേയ്, എന്തു പ്രശ്നം? അല്ല, ചോദിക്കുന്നത് കൊണ്ടൊന്നും തോന്നില്ലേ? പിണറായി ആളില്ലാ സംഗമം നടത്താൻ പമ്പയിൽ പോയതേ ഇനി വല്ല സ്വർണവും കടത്താൻ ബാക്കിയുണ്ടോ എന്ന് പരിശോധിക്കാനാണോ? സംശയം സ്വാഭാവികം അല്ലേ ഗൈസ്? അതിന് പോലീസിന്റെ സാധാരണഗതിയിൽ ഞാൻ നേരത്തെ പറയാറുണ്ട്, കയറുന്ന ആളുകൾക്ക് പോലീസ് സംരക്ഷണം കൊടുക്കുമെന്നത്. അത് ഉണ്ടായിട്ടുമുണ്ട്, അതാണ് ഉണ്ടായത്. വെറുതെ അല്ല അയ്യപ്പ സംഗമം നടത്തിയത്, സുഖിപ്പിച്ചതാണ് അയ്യപ്പ ഭക്തരെ. കട്ട് ക്ഷേത്രങ്ങളും ദൈവങ്ങളെയും വരെ കട്ട് തുടങ്ങി. സ്വർണം കണ്ടിടത്തൊക്കെ അങ്ങ് കയറി ഇറങ്ങുമായിരുന്നു. സർക്കാരും ദേവസ്വം വകുപ്പും എല്ലാം കൂടി ചേർന്നൊരു ലോകം. ഭഗവാന്റെ പേരിൽ പിടിച്ചു പറിച്ചുണ്ടാക്കിയ കുറെ പണം ഉണ്ടല്ലോ സ്വാമി, കോടിക്കണക്കിന്. അതുകൊണ്ട് പണിയ ക്ഷേത്രം. അല്ലാതെ ഞാൻ ഒരു കാശ് പോലും തരില്ല. തന്നാൽ തന്നെ അത് സർക്കാർ ഭരിക്കുന്ന ദേവസ്വം ഭണ്ഡാരത്തിൽ പോയി ചേരും. ഇവിടുത്തെ ഊച്ചാളി രാഷ്ട്രീയക്കാർക്ക് എടുത്തിട്ട് തിന്നു മുടിക്കാൻ. കെ അധോലോകൻ ടീമിന്റെ കൊള്ളകൾ ഓരോന്നായി കൃത്യമായി വെളിച്ചത്തെ വന്നുകൊണ്ടിരിക്കുന്നു. അയ്യപ്പന്റെ ഓരോരോ ലീലാവിലാസങ്ങളെ വിശ്വാസികൾ ഒരു നാണയമാണെങ്കിൽ പോലും അതൊരു വിശ്വാസത്തിന്റെ പേരിൽ അർപ്പണത്തിന്റെയും അഥവാ നേർച്ചയുടെയും ഒക്കെ ഭാഗമായിട്ടാണ് അവിടെ സമർപ്പിക്കുന്നത്. അത് കളവ് പോയിട്ടുണ്ടെങ്കിൽ അത് ഓരോ അയ്യപ്പ ഭക്തന്റെയും മനസ്സിൽ ഏൽപ്പിക്കുന്ന ആഘാതം ചെറുതല്ല. ഇതൊക്കെ ഇവറ്റകളോട് പറഞ്ഞിട്ട് എന്ത് കാര്യം? അപ്പോ എല്ലാ ആഭരണങ്ങളും അതും ഇതും മറ്റതും എല്ലാം ഞാൻ രാത്രി തന്നെ കൊണ്ടുവരാം. ഓക്കെ. എന്തായാലും ഹൈന്ദവ വികാരത്തെ മാനിക്കാതെ ശബരിമലയിലെ യുവതികളെ കയറ്റാൻ മുന്നിൽ നിന്ന ടീംസാണ്. സ്വർണ്ണ കവർച്ചയിൽ പക്ഷെ അങ്ങ് പൊള്ളി. അയ്യന്റെ സ്വർണം കട്ടവനെ പൊക്കാൻ സാക്ഷാൽ ഹൈക്കോടതിയാണ് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. ഇപ്പോഴാവശ്യം വന്നില്ലേ, അതാ സ്വർണത്തിന്റെ മഹത്വം. എന്നാലും ഇതൊരൊറ്റ ഉരുപ്പടിയായി പോയി.
ഉരുക്കുമ്പോ മാറ്റ് കുറയും. അത് സാരമില്ല. എന്തായാലും ഹൈന്ദവ വികാരത്തെ മാനിക്കാതെ ശബരിമലയിൽ യുവതികളെ കയറ്റാൻ മുന്നിൽ നിന്ന് സ്വർണ്ണ കവർച്ചയിലങ്ങ് പൊള്ളി. അയ്യന്റെ സ്വർണം കെട്ടവനെ പൊക്കാനേ സാക്ഷാൽ ഹൈക്കോടതി തന്നെ മുന്നിട്ടിറങ്ങിയതോടെ നിലവിളിക്കുകയാണ് നമ്മുടെ അന്തം ടീംസ്. എന്തൊരു സുഖം. സ്വാമിയേ ശരണമയ്യപ്പ.